കോഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ജോബ് കിട്ടുക എന്നുള്ളത് ഒരു വലിയ സംശയമായിരുന്നു. സംഗതി സംസാരിക്കുന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ഒരു ജോബിന് കയറാൻ മാത്രം ഞാൻ ഫിറ്റ് ആയിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് ആണ് എനിക്കിപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഇവിടെയുള്ള മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ഇല്ലാത്ത ഒരു മെയിൻ പ്രത്യേകത എനിക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷനിലായിട്ട് ഫീൽ ചെയ്തത് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകളും സെമിനാർസും പ്രസൻറ്റേഷൻസും ഒക്കെയാണ്. എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഒരു കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു എല്ലാവരെയും പോലെ തന്നെ എൻ്റെ മുന്നിലൊരു ചോദ്യചിഹ്നമായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനൊക്കെ ഒടുവിലാണ് ഗ്ലോബൽ എഡ്യൂക്കേഷനിലെത്തിയത്. ഇപ്പം ഇവിടുന്ന് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ഒരു എഡ്യൂക്കേഷൻ ഫേമിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BArbic ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. കഴിഞ്ഞു വന്ന് ജോബുണ്ടോ? ഇവിടെ ജോയിൻ ചെയ്തെന്നുള്ളത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഇവിടെ മാത്രമല്ലായിരുന്നില്ല, ഞാൻ വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ജോബൊക്കെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ അതൊക്കെ ശരിയാക്കി തരാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബേസിക് സാലറി കിട്ടുന്നതെന്ന് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓരോരുത്തരൊക്കെ 50,000, 1 lakh, 1 ലക്ഷം ഉറുപ്പിയൊക്കെ സമ്പാദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് പല പരസ്യങ്ങളും എനിക്ക് പല നോട്ടീസൊക്കെ കിട്ടിയത്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എന്തായി കഴിഞ്ഞാൽ ഒരു ഫ്രഷർക്ക് അത്രയൊന്നും കിട്ടൂലെന്ന്. അപ്പം ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ വിളിച്ച എൻ്റെ അക്കാഡമിക് കൗൺസിലർ പറയുന്നത് സ്റ്റാർട്ടിങ് ഒരു 20K ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് അതിനേക്കാളൊക്കെ കിട്ടുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹോണസ്റ്റി ഇവിടെ ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനിവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ വന്നതിൻ്റെ മുന്നേയും ശേഷവും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കമ്പനീസിനെ പറ്റിയിട്ട് ഈ ബിസിനസ് മേഖലയെ പറ്റിയിട്ട് കുറച്ചുകൂടെ അവെയറായി എന്നുള്ളതാണ്. എന്താണ് ഫീൽഡ്, എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ നോളേജ് അക്വയർ ചെയ്യാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് ആണ് എനിക്കിപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ്. എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, ഒരു ബോർഡിനെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനൊക്കെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒരു വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടും. ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ എന്താക്കും കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. അത് ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ വന്ന് അവിടുത്തെ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്, അങ്ങനത്തെ സെഷൻസുകളിലൂടെ എന്തൊക്കെയാണ് ആർജിച്ചെടുത്ത കുറച്ച് സ്കിൽസാണ് അതൊക്കെ. നമ്മൾ ഇവിടെയുള്ള മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ഇല്ലാത്ത ഒരു മെയിൻ പ്രത്യേകത എനിക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷനിലായിട്ട് ഫീൽ ചെയ്തത് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകളും സെമിനാർസും പ്രസൻറ്റേഷൻസും ഒക്കെയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുക തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ എടുത്തു തരുന്ന ഡോക്ടേഴ്സായാലും ഇപ്പോൾ റഫീഖ് സാറായാലും അസർ സാറും ഷാന മാമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സിറ്റിയിലെ അറിയപ്പെട്ട ബെസ്റ്റ് ഡോക്ടേഴ്സാണ്. അപ്പം അവരുടെ അണ്ടറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുക എന്നുള്ളത് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയായിരുന്നു ഞാൻ ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ കണ്ടിരുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു ക്ലാസ്സിൽ പഴയ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു ഫീലാണെന്നല്ല, ഒരു ഫ്രണ്ട്ലി ഡിബേറ്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ ഫ്രണ്ട്ലി ടോക്സ് ആയിരിക്കും. നമുക്കൊരു കാര്യങ്ങളൊക്കെ ഒരു ഗൈഡിനെ പോലെയാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം, നമുക്ക് ചെയ്തു തരുന്നതൊക്കെ. കോഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ജോബ് കിട്ടുക എന്നുള്ളത് ഒരു വലിയ സംശയമായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അതിലിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഫേമിൽ ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോഴും നല്ലൊരു ബോണ്ട് തന്നെയാണ് ഗ്ലോബലിന് കിട്ടിയ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഫ്രണ്ട്സിൽ നിന്ന് ഇപ്പോഴും കിട്ടാറുണ്ട്. നല്ലൊരു സൗഹൃദ വലയങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെയോ വന്ന് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഏജിലായാലും പിന്നെ പ്രൊഫഷണലായി കഴിഞ്ഞാലും ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഒരു ക്ലാസ്സിലിരിക്കുന്നു. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് റൂം വൈബിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ പോകുന്നു. അപ്പം ആ ക്ലാസ് റൂമും ആ ക്ലാസ്സിലെ പഴയ ആക്ടിവിറ്റീസും ആ ഗ്ലോബലിലെ പഴയ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോക്കൊക്കെ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിക്കാൻ ഒരു മിസ്സിങ് ഫീലാണത്. ശരിക്കും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്നിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയിപ്പം എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണ് ഒരു ജോബ് കണ്ടെത്തുക, അവരൊരു ജോബിൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം അത് കണ്ടെത്താനും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ. എനിവേ താങ്ക്സ് എ ലോട്ട് ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ്.